ഹായ് ഫ്രണ്ട്സ്, മല്ലു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അനി റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പം ജലജിയും ജാനകിയും കൂടിയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആ നന്ദു എന്ന് പറയുന്ന അഹങ്കാരി പെണ്ണില്ലേ, അവളെന്നെ തളയ്ക്കാൻ പറ്റിയ ഒരുത്തൻ തന്നെ കെട്ടാൻ പോണത്, അവളുടെ മുകളിൽ ഓഫീസർ. പിന്നെ നീ എന്തിനാണ് അവളുടെ പുറകെ നടക്കുന്നത് ചോദിക്കുന്നുണ്ട് കേട്ടോ ജാനകി. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഇങ്ങനെ തല്ലുകൊള്ളാൻ അല്ലാണ്ട് എന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, എനിക്കറിയാം അമ്മേനെ ചൂടാക്കി കൊണ്ടുവരുന്നത് അപ്പച്ചിയെന്ന്. അപ്പോൾ ജാനകി പറയുന്നുണ്ട് കേട്ടോ, എന്നെ ആരും ചൂടാക്കി കൊണ്ടുവന്നതൊന്നല്ല, നിൻ്റെ ഫോൺ വരെ ഞാൻ വാങ്ങിയേച്ചില്ലേ, എന്നിട്ട് നീ മര്യാദ പഠിക്കണില്ലല്ലോ. അപ്പോൾ ജലജ പറയുന്നുണ്ടോ, നീ ഫോൺ മേടിച്ച് വെച്ചെങ്കിലേ അവൻ വേറെ ഫോൺ വാങ്ങി കാണും ജാനകി. അപ്പോൾ അനി പറയുന്നുണ്ട്, ദേ അമ്മേ, അച്ഛനമ്മമാരെ എല്ലാ മക്കളും അനുസരിക്കും, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അമ്മ എന്നെയും മുറിക്കകത്ത് നീ തളച്ചിടുകയാണെങ്കിൽ അമ്മ പിന്നെ എന്നെ ജീവനോടെ കണ്ടുവെന്ന് വരില്ല. അത് കേട്ടപ്പോൾ ജാനകി ഒന്ന് പകച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ജലജ ധൈര്യം കൊടുക്കുന്നുണ്ട്, ജാനകി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോഴേ നമ്മളൊന്ന് ക്ഷമിച്ചു കൊടുത്താലുണ്ടല്ലോ, പിന്നെ ഇവൻ്റെ ഇഷ്ടത്തിനായിരിക്കും ജീവിക്കുന്നത്. നാളെ നന്ദുവിനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാലും നിനക്ക് ചിലപ്പോൾ കേൾക്കേണ്ടി വരും. അപ്പോൾ ജാനകി പറയുന്നുണ്ട് കേട്ടോ, ആ നേരത്തെ പിന്നെ ഇവൻ ജീവനോടെ കാണാത്തതേ എന്നെയായിരിക്കും, അത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഈ വീടിനകത്ത് ഇരിക്കാനൊന്നും പോകുന്നില്ല, നീ എവിടേക്കാച്ചാൽ പോക്കോ, നിന്നേക്കാളും യോഗ്യനായ ഒരു പയ്യൻ വന്നപ്പോൾ അവളുടെ അച്ഛനമ്മയെ അവനെ കൊണ്ട് കെട്ടിക്കാൻ ശ്രമിച്ചല്ലോ, അവർ സമ്മതിച്ചുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല ഇനി. അപ്പോൾ ജലജ പറയണ്ടിട്ടാ, അവർ തമ്മിലുള്ള ബന്ധം തെറ്റിക്കാനായിട്ടത് ഇവ നടക്കണതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അത് അങ്ങനെയൊന്നും തെറ്റില്ല ജലജ, ഒരാൾ സി എയും ഒരാൾ എസ് ഐയോ അത് ഒരേ സ്റ്റേഷനിൽ, അതുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിൽ കാണാം, സംസാരിക്കാം. പിന്നെ ആ സി ഐ ഇവനെ താക്കീത് ചെയ്തുകൊണ്ട് ഇവനെ അങ്ങോട്ട് പോകാനും പറ്റില്ല. അപ്പോൾ അനി ദേഷ്യം പിടിച്ചിട്ട് ചോദിക്കണ്ട കേട്ടോ, ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ എൻ്റെ പിന്നാലെ നടന്നിട്ട് എന്തിനെങ്ങനെ എന്നെ വിമർശിക്കുന്നത്, ഞാൻ എൻ്റെ പാട്ടിന് പൊക്കോട്ടെ. അതുപോലെ ദേഷ്യം പിടിച്ച് പോകാൻ നിൽക്കണ അനിയുടെ അടുത്ത് പറയണ്ട, അനി നിൻ്റെ കവിളിലെ പാട് ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല, അത് മാഞ്ഞു പോയിട്ട് നിനക്ക് പുറത്തോട്ട് ഇറങ്ങിയ പോരെയെന്ന് ചോദിക്കണ്ട കേട്ടോ ജലജ. കവിളിൽ പാട് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ആരെങ്കിലും ചോദിച്ചാൽ നിനക്ക് മറുപടി കൊടുക്കണ്ടേ എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ അനി പറയുന്നുണ്ട്, ആ സമയത്തെ ഈ സ്റ്റേഷനിലെ സി ഐ എന്നെ തല്ലിയെന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. അപ്പോൾ ജലജ പറയണ്ട, അത് ഞങ്ങൾക്ക് നടക്കേടാ, ഈ കുടുംബത്തിന് നാണക്കേടാന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, ആയിക്കോട്ടെ, അതിന് അപ്പച്ചിയുടെ മോൻ പിന്നെ ഈ കുടുംബത്തിന് നാണക്കേടൊന്നും ഉണ്ടാക്കി വെക്കണില്ലല്ലോ. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, അവൻ എന്ത് കാണിച്ചു എന്നാണ് നീ പറയണത്, നീ പിന്തുടരുന്ന നിൻ്റെ ചേട്ടല്ലേ, അവനാണ് ഈ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെക്കണത്. അപ്പം അനി പറയുന്നുണ്ട്, ദേ അപ്പച്ചി, ഞാൻ അവനെക്കുറിച്ച് കൂടുതലൊന്നും പറയണില്ല, അവൻ നല്ലവനായിരുന്നെങ്കിലേ ഇന്ന് എന്നെപ്പോലെ 3-4 ബ്രാഞ്ചൊക്കെ അവൻ ഭരിച്ചേനെ, അവനെ കമ്പനിയുടെ കൂലിക്കാരനാക്കിയെങ്കിലേ അതിൻ്റെ കാരണം അവൻ്റെ സ്വഭാവം തന്നെയാണ്. അതും പറഞ്ഞിട്ട് നമ്മുടെ അനി ദേഷ്യത്തിൽ നടന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജയ്ക്ക് അത് ഒട്ടും കൊണ്ട് പിടിച്ചില്ല. എന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, ജാനകി അവൻ്റെ ഈ പോക്ക് നല്ലതിനല്ല എന്നും പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് ജലജി പോയി. ഈ സമയം സ്റ്റേഷനിലാണെങ്കിൽ നന്ദുട്ടിന് ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ, അനിക്ക് അടി കിട്ടിയതിൻ്റെ ഓർത്തിട്ട്. എന്നിട്ട് അങ്ങനെ വിചാരിക്കുന്നുണ്ട്, അവന് കരണത്ത് അടി കിട്ടിയിട്ടുണ്ടെങ്കിലും വേദനിച്ചത് എനിക്കാ, അവനെ വിളിച്ച് സമാധാനിപ്പിച്ചേ പറ്റൂ, അവൻ്റെ വിഷമം കൊണ്ടാണ് അവൻ ഫോൺ എടുക്കാത്തത്. അങ്ങനെ നന്ദുട്ടൻ ഫോൺ എടുത്തിട്ട് വിളിക്കാൻ നേരത്ത് നമ്മുടെ അനി വൈക്കുമ്പോൾ കയറണുള്ളൂ കേട്ടോ ഫോണായിട്ട്. അപ്പോൾ കോളിൽ നോക്കിയപ്പോൾ നന്ദുവിനെ കണ്ടപ്പോൾ വീണ്ടും കട്ട് ചെയ്തിട്ട് അവിടെ ഇടിച്ചു കേട്ടോ. അപ്പോൾ നന്ദു ആകെ വിഷമായി. നന്ദുട്ടനാണെങ്കിൽ പിന്നെയും ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ, പക്ഷേ അനി എടുക്കണില്ല. അപ്പോൾ നന്ദുട്ടൻ അങ്ങനെ ഇരുന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവൻ എടുക്കുന്നില്ലല്ലോ, നേരത്തെ നവ്യേച്ചി വിളിച്ചപ്പോൾ പറഞ്ഞത് വീട്ടിലുണ്ടെന്നാ, ഒരുപാട് ആഗ്രഹിച്ച ഈ ജോലിയിൽ കയറിയത്, പക്ഷേ ഇതെനിക്കിപ്പോൾ ഒരു ഭാരമായി തോന്നുക. അയാളെപ്പോലെ ഒരു സി ഐക്ക് എന്നെ അല്ലാതെ മറ്റാരും കിട്ടിയില്ലേ പെണ്ണാലോചിക്കാൻ. എന്നിട്ട് എണീറ്റിട്ട് ഇങ്ങനെ ആകെ നടക്കുകയാണ് കേട്ടോ അസ്വസ്ഥയായിട്ട്. എന്നിട്ട് പിന്നെ വിചാരിക്കുന്നുണ്ട്, അവനൊന്ന് തണുക്കട്ടെ എന്നിട്ട് വിളിക്കാം, അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വിളിക്കട്ടെ. ഈ സമയം നമ്മുടെ അഭിയാണെങ്കിൽ എന്തോ ഇങ്ങനെ ആലോചിച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജലജ വന്നിട്ട് ചോദിക്കേണ്ട, ഏട്ടാ ഈ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കി ഒരുത്തിയപ്പോൾ പുറത്ത് പോയിട്ട് ബഹളം ഉണ്ടാക്കണത്, അതിനും പുറമെയാണ് ഇപ്പോൾ ഒരു പോലീസുകാരൻ സി ഐ നിൻ്റെ ഭാര്യയുടെ അനിയത്തിനെ പെണ്ണന്വേഷിച്ച് വന്നതും, അതിങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ നീ ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല നടിക്കണത് ശരിയാണോ അഭി? ഞാനിപ്പോൾ എന്ത് വേണമെന്ന് അമ്മ പറയണേന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ ഏട്ടാ ഈ പറഞ്ഞ സി ഐ ഇല്ലേ ഇപ്പോൾ നന്ദുവിൻ്റെ സ്റ്റേഷനിലാണ് ജോലി ചെയ്യണത്, ആ നിലയ്ക്ക് നീ അയാളെ ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലത് അഭി. എന്നിട്ട് പറയണ്ട കേട്ടോ, വേറൊന്നും കൊണ്ടല്ല, നിൻ്റെ പേരിൽ കേസ് വരുന്നത് ഏത് വഴിക്കാന്ന് പറയാൻ പറ്റില്ല. ആ നേരത്തെ നിൻ്റെ അനിയത്തിയാണെങ്കിലും ബന്ധത്തിൻ്റെ പരിഗണന പോലും തരാത്ത ഒരുത്തിയാണ് ഈ നന്ദു. എടാ അങ്ങനെയുള്ളപ്പോഴേ അവളുടെ മുകളിലൊരു ഉദ്യോഗസ്ഥനായിട്ട് നീ പരിചയപ്പെടുന്നത് നല്ലതല്ലടാ അഭി. അപ്പോൾ അഭി പറയണ്ട കേട്ടോ, ഞാൻ ചിന്തിച്ചു തന്നെ അമ്മ ഇപ്പോൾ പറഞ്ഞത്, പിന്നെ നവ്യം ഈ വീട്ടിലേക്ക് അവളുടെ അനിയത്തിയെ കൊണ്ടുവരാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല, ആ സ്ഥിതിക്ക് നന്ദുവിനെ ഇഷ്ടപ്പെട്ട് വന്നൊരു സി ഐ ആയിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ജലജ ഉപദേശിച്ചു കൊടുക്കണം കേട്ടോ, എടാ അതിനിടയ്ക്ക് അനിയും നന്ദും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നീ അയാളോട് പറയണം, ഇല്ലാത്ത കഥകളൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച് പറയാൻ നിനക്ക് നന്നായിട്ട് അറിയാലോ എന്ന് പറഞ്ഞ് തലയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അബി എന്നിട്ട് പറയുന്നുണ്ട്, നയത്തിൽ അയാളെ കയ്യിലെടുക്കണം, പിന്നീട് അത് നമുക്ക് വളരെയധികം ഉപകാരം ചെയ്യും. അപ്പോൾ അബി പറയണ്ട കേട്ടോ, ഈ പറയുന്ന നന്ദുവിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അമ്മേ, അവളെ റിബല, ആദർശി തെറ്റിയിട്ടും തുടക്കം മുതലേ അവൾ അവൻ്റെ ഒപ്പം, അവളുടെ അച്ഛനും അമ്മേനും പറഞ്ഞ് തിരുത്തിയത്, അതുകൊണ്ടാണ് അവരും ഇപ്പോൾ ആദർശേട്ടനെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ജലജ പറയണ്ടിട്ടോ, അത് മാത്രമല്ലടാ, അനി അവനെ ഏൽപ്പിച്ച ജോലിയൊന്നും കറക്റ്റായിട്ട് ചെയ്യണം കൂടിയില്ല, എന്നാലും കൂടിയിട്ട് അവന് വേണ്ടതും അതിലപ്പുറം കൊടുക്കുന്നുണ്ട് ആദർശേട്ടനും നിൻ്റെ മുത്തച്ഛനും കൂടെ. അങ്ങനെയുള്ളവനെ തളയ്ക്കാനേ ഈ സി എ കൊണ്ട് പറ്റൂടാ. അനാമിക എന്തായാലും അനിയനെ വെറുതെ വിടാനൊന്നും പോകണില്ല.
അതിൻ്റെ കൂടെ ഈ CA കൂടി ചേർന്നാലേ ചിലപ്പോൾ അനീനെ പൂട്ടാൻ പറ്റും. അപ്പോൾ അഭി പറയണ്ടേട്ടോ ശരി അമ്മേ, എന്ന് ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ഇപ്പം തന്നെ അയാളെ പോയി കാണാം. അപ്പം ജലജയ്ക്ക് സന്തോഷമായിട്ട് കേട്ടോ. ജലജ അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അഭി പോയി ഡ്രസ്സ് മാറാൻ നോക്കിയിട്ട് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പം നവ്യ വരുന്നുണ്ടേ. എന്നിട്ട് അഭിയോട് പറയണ്ട കേട്ടോ, നീ ആ CAനെ കാണാൻ പോയി തീരുമാനിച്ചതേ എന്തുകൊണ്ട് നന്നായി. അമ്മയ്ക്കും അച്ഛനെ അയാളെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ എനിക്കും നയനയ്ക്കൊക്കെ നന്ദുവിനെ അയാളെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് ആഗ്രഹം. ആ നിലയ്ക്ക് നീ എന്തായാലും അയാളെ പോയി കാണണം എന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ അഭി പറയുന്നുണ്ട്, അനിയുടെ കാരണത്ത് തല്ലിയതുകൊണ്ട് ഇനിയിപ്പോൾ അയാൾ ഈ ബന്ധം വേണ്ടാന്ന് വെക്കുമെന്ന് പറയാൻ പറ്റില്ല. നിൻ്റെ അനിയത്തി ഇത്തിരി ഓവറാ, അവളുടെ മനസ്സിലിപ്പോൾ അനിയുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അഭി. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അങ്ങനെ ഒരു സംശയം ആ CAയുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ നീ അയാളെ കാണുമ്പോൾ അത് അങ്ങോട്ട് മാറ്റിയേക്കണം. അമ്മേനെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു എങ്ങനെയെങ്കിലും ഈ ബന്ധം ഒന്ന് നടക്കണമെന്ന്. ഭാര്യയും ഭർത്താവും SAയും CAയൊക്കെ ആകുമ്പോഴേ അത് അവരങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പൊക്കോളും. അല്ലെങ്കിൽ തന്നെ സാധാരണ ഒരു പയ്യൻ്റെ കൂടെ നന്ദുവിനെ പറഞ്ഞു വിടാൻ പറ്റുമോ? അറിയാലോ, അവൾ അത്രയ്ക്കും ബോൾഡാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഭിക്ക് അതത്ര പിടിക്കണമെന്നില്ല. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താടി അവിടെ പോയിട്ട് പറയേണ്ടത്? അപ്പം നവ്യ പറയണ്ട കേട്ടോ, ഓ ആൾക്കാരെ സംസാരിച്ച് വീഴ്ത്താറിയണം നിന്നോട്, ഇനി പ്രത്യേകിച്ച് എന്ത് പറയണമെന്ന് ഞാൻ പറഞ്ഞു തരണോ? അയാളുടെ മനസ്സിൽ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് എടുത്ത് കളയണം. പിന്നെ അതുപോലെ തന്നെ നന്ദുവിനോട് അയാളുടെ മനസ്സിൽ എന്തെങ്കിലും നീരസം ഉണ്ടോയെന്നൊന്ന് അറിയും വേണം. നീയും ആ CAയും തമ്മിൽ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതോടെ പല പ്രശ്നങ്ങളും അവസാനിക്കും അഭി. എനിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അനാമികയും അവൻ തമ്മിലുള്ള ബന്ധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അവന് വേറെ പെൺകുട്ടിയെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. എന്ന് മാത്രമല്ല നന്ദുവിൻ്റെ പിന്നാലെ അവൻ്റെ നടത്തണ്ടല്ലോ, അത് അവസാനിപ്പിച്ചാലേ അവൻ്റെ ജോലിയിലും ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ അഭി പറയണ്ട കേട്ടോ ശരി, എന്നാൽ പിന്നെ ഞാൻ അയാളെ ഒന്നും പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അഭി നേരെ പോയിട്ട് CAയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കോളിമേൽ അടിച്ചപ്പോൾ തുറന്നപ്പോൾ ചോദിക്കുന്നുണ്ട്, ആരാ മനസ്സിലായില്ലോ എന്ന് പറയുന്നുണ്ട് സച്ചി. അപ്പോൾ അഭി പറയും, നന്ദുവിനെ പെണ്ണന്വേഷിച്ച് പോയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒന്ന് കാണണം പരിചയപ്പെടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നന്ദുവിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാ, പേര് അഭിനന്ദ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അഭിയെന്ന് എല്ലാവരും വിളിക്കണേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സച്ചി അല്ലേ ആൾ ഭയങ്കര സ്നേഹത്തിൽ പറയാം, ആ ഏട്ടൻ കയറി വാ. അപ്പോൾ അഭി പറയണ്ട കേട്ടോ, എന്നെ സാറ് ഏട്ടാന്നൊന്നും വിളിക്കണ്ട, ആ പേര് വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നന്ദുവിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ എൻ്റെയും കൂടി ഏട്ടനല്ലേ? അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട് കേട്ടോ, നമ്മളൊക്കെ സമപ്രായക്കാരല്ലേ സാറേ എന്ന് പറയുന്നുണ്ട്. ആണോ, എന്നാൽ പിന്നെ ഈ വിളിയും കൂടി നിർത്തണം, ഈ സാറേ എന്നുള്ള വിളി. ശരി, പേര് സച്ചിദാനന്ദൻ എന്നല്ലേ ചോദിക്കുന്നുണ്ട് കേട്ടോ അഭി. അപ്പോൾ CA ചോദിക്കുന്നുണ്ട്, ഈ നീളത്തിലുള്ള പേര് ആരാ അഭിയോട് പറഞ്ഞത്? അല്ല, സച്ചിദാനന്ദൻ എന്ന മൊത്തത്തിലുള്ള പേരെന്ന് എനിക്കറിയാം, പക്ഷേ വിളിക്കുന്നത് സച്ചി എന്നാണെന്ന് എനിക്കറിയാം. അപ്പോൾ സച്ചി പറയണ്ട, ആ അങ്ങനെ വിളിച്ചാൽ മതി സച്ചിത്, അതാ കേൾക്കാനൊരു സുഖം. എന്നാൽ പിന്നെ ഞാനിനി അങ്ങനെ വിളിക്കണുള്ളൂ എന്ന് പറയണ്ട അഭി. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമായിട്ടോ. ഞങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ വൈഫും എൻ്റെ അമ്മയൊക്കെ ഈ ബന്ധം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണേ. സച്ചി ചോദിക്കണ്ടേ, ഈ നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും എതിർപ്പൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കണ്ടേട്ടാ. അവർക്ക് ആർക്കും ഒരു എതിർപ്പില്ല. പിന്നെ നന്ദുവിന് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ശരിയാക്കിക്കോളാം. അഭി ഇരിക്കുന്നു പറഞ്ഞിട്ട് രണ്ടുപേരും ഇരിക്കേണ്ടി കേട്ടോ. എന്നിട്ട് അഭി ചോദിക്കുന്നുണ്ട്, അല്ല ഇങ്ങനെ ഒരു പെണ്ണ് കാണൽ നടന്നിട്ട് ശേഷം ഇവിടെ ആരും വന്നില്ല അല്ലേ? ഇല്ല, ആദ്യമായിട്ട് വരുന്നത് അഭിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഭി പറയുന്നുണ്ട്, എൻ്റെ വൈഫിൻ്റെ അനിയത്തിയല്ലേ, അപ്പോൾ അവൾ എൻ്റെ അനിയത്തിയാണ്. അങ്ങനെയുള്ള നന്ദുവിന് നല്ലൊരു ജീവിതം കിട്ടുന്ന എനിക്കും ആഗ്രഹമുണ്ട്. അവൾ വളരെ ബോൾഡായൊരു പെൺകുട്ടിയാണ്. ഒരു 4-5 പേരൊക്കെ അവളുടെ മുമ്പിലേക്ക് ചാടി വീണാലും അവൾ അടിച്ചൊതുക്കും, അതവളുടെ കരുത്ത്. അപ്പം സച്ചി പറയണ്ട കേട്ടോ, അതൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് തന്നെ നന്ദുവിനെ എനിക്ക് ഇഷ്ടമായതോ. അപ്പോൾ അഭി പറയണ്ട കേട്ടോ, നിങ്ങൾ തമ്മിലാണ് ചേരേണ്ടത്. സത്യം പറയാലോ, എൻ്റെ അനിയൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, അവൻ നന്ദുവിൻ്റെ പുറകെ നടക്കുകയായിരുന്നു വെറുതെ കുറച്ച് നാൾ മുമ്പ് വരെ. എന്നിട്ട് പറയണ്ട, ഇപ്പോഴും നടക്കണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ അവൻ എത്ര ഉപദേശിച്ചാലും അവരൊരു ടൈപ്പാണ് സച്ചി. അവൻ ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് ഒരു തരം നേരം പോക്കാം, പക്ഷെ നമ്മളങ്ങനെ ചിന്തിച്ച പോരല്ലോ. സച്ചിയെപ്പോലെ നല്ലൊരു ചെറുപ്പക്കാരൻ, അതും നന്ദുവിൻ്റെ മുകളിലുള്ളൊരു ഓഫീസർ. ഇതൊക്കെ പറയുമ്പോൾ സച്ചി ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുക കേട്ടോ. നന്ദുവിനെ ഇഷ്ടപ്പെട്ട് വരുമ്പോൾ അത് സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അത് നീട്ടിക്കൊണ്ടു പോകരുത്, കാര്യങ്ങളൊക്കെ എടിപിടിന്ന് അങ്ങോട്ട് നടത്തണം എന്ന് പറയണ്ട കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ 2 കൂട്ടർക്കും ഇനിയിപ്പോൾ സാമ്പത്തികത്തിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നിട്ട് അഭി പറയണ്ട കേട്ടോ, ഞാനും എൻ്റെ വൈഫും പിന്നെ എൻ്റെ കുടുംബത്തിലെ എല്ലാവരും മുമ്പിൽ നിന്നിട്ടായിരിക്കും ഈ കല്യാണം നടത്താൻ പോണത്. അപ്പോൾ സച്ചിക്ക് അങ്ങനെ സന്തോഷമായിട്ടോ. എന്നിട്ട് പറയണ്ടേ, വളരെ സന്തോഷം, കല്യാണം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല അഭിയെപ്പോലുള്ളൊരു ആളെ പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ, ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ അഭി പറയണ്ട കേട്ടോ, എനിക്ക് നന്ദുവിനോടുള്ള അടുപ്പൊക്കെ അറിയാലോ സാറിന്, സച്ചിക്ക് അറിയാലോ, അത് വെറും ഒരു 1 സൈഡാണ്. നന്ദു വളരെ ബുദ്ധിയുള്ള കുട്ടി ആയതുകൊണ്ട് ഞങ്ങളുടെ അനിയനെ വിഷമിപ്പിക്കാനായിട്ട് അവളും ശ്രമിക്കണില്ല. അതുകൊണ്ടാണ് അവൻ വരുമ്പോൾ അവനോടൊന്ന് ചിരിക്കുകയും ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യണത്. അതാ മണ്ടൻ പ്രണയാന്ന് പറയുന്നത് നടക്കുക എന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ സച്ചി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാം, അനിയനെ വെറുതെ കുറ്റപ്പെടുത്തല്ല കേട്ടോ, ആ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ 2 പേരും വിവാഹം കഴിച്ചിരിക്കുന്നത്, അതൊരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടുപോയതാ. ഒരേ വീട്ടിൽ നിന്ന് തന്നെ 3 പേരും കൂട്ടിക്കൊണ്ടുവരാൻ ഒരു വീട്ടുകാരെ ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ സച്ചി പറയണ്ട, അത് സത്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ സച്ചി പ്രൊസീഡ് ചെയ്തോ, ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എൻ്റെ കുടുംബത്തിൻ്റെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. സച്ചിക്ക് അങ്ങനെ സന്തോഷമായി. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, ആദ്യമായിട്ട് വന്നതല്ലേ, എന്തെങ്കിലും കുടിച്ചിട്ട് പോവാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട് അഭി, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ പുറത്ത് വെച്ചിട്ട് കാണാം. എന്നിട്ട് അഭി ചോദിക്കുന്നുണ്ട്, അത്യാവശ്യം ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കണ കൂട്ടത്തിലായിരിക്കുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചമ്മി ചിരിയോടുകൂടി സച്ചി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അഭി ചിരിച്ചിട്ട് പറയണ്ട, ഇനി പനിയെത്തി കെട്ടാൻ പോണതുകൊണ്ട് ഫുൾ വെജിറ്റേറിയൻ ഒന്നും പറഞ്ഞിട്ട് വരണ്ട,
പിന്നെ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. എനിക്ക് തിരക്കുണ്ടെങ്കിലും ആ സമയത്ത് ഫ്രീ ആവാൻ ഞാൻ നോക്കാം. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു ശാന്തമായ ഹോട്ടലിൽ ഇരുന്നിട്ട് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അതും പറഞ്ഞിട്ട് അഭി എനിക്കാണ് കേട്ടോ പോകാനായിട്ട്. എന്നിട്ട് കൈയൊക്കെ കൊടുത്തിട്ട് പിരിയണുണ്ട്. ഓ ആയിക്കോട്ടെ എന്നുള്ള ലെവലിലാണ് നമ്മുടെ സച്ചി നിൽക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ അനി നേരെ പോയിട്ടുണ്ട് കേട്ടോ നന്ദുട്ടൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അമ്മ വന്ന് നോക്കുമ്പോൾ ബൈക്കമ്മ വന്ന് നിൽക്കണു ഒരാൾ. അപ്പോൾ പറയേണ്ടത് ഗോവിന്ദൻ്റെ അടുത്ത്, ഗോവിന്ദേട്ടാ അനി ഇങ്ങോട്ടാണല്ലോ വരുന്നത്, എന്തിനാണോ എന്തോ. എന്നിട്ട് അനി ഓടിക്കയറി അകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങനെ അച്ഛനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയേണ്ടത് എന്താ മോനെ അറിഞ്ഞതൊക്കെ നടന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനി പറയേണ്ടത് അറിഞ്ഞല്ലോ, എനിക്കൊരു അബദ്ധം പറ്റി, എൻ്റെ കവളത്ത് തല്ലിയ CI വന്ന പോലെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അപ്പം അച്ഛൻ പറയുന്നുണ്ട് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നത് അതെന്താ അച്ഛനെ മനസ്സിലാവാത്തേ, CI ഇങ്ങോട്ട് വന്നതേ പെണ്ണാലോചിച്ചിട്ടാ, അതുപോലെ എനിക്ക് വരാൻ പറ്റിയില്ലെന്ന് ഞാൻ പറഞ്ഞേ. എന്നാൽ ഞാൻ ഇന്ന് വന്നത് അതിനാന്ന് പറയേണ്ടിട്ടോ. അപ്പോൾ കനകയും ഗോവിന്ദനും ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് ഞാൻ അനമിയും തമ്മിലേ വേർപിരിയലിൻ്റെ വക്കില്ല, എൻ്റെ മുത്തച്ഛൻ തന്നെ ആ ബന്ധം ഇനി വേണ്ടാന്ന് പറഞ്ഞിരിക്കണേ. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഡിവോഴ്സ് നടക്കും. അത് കഴിഞ്ഞാൽ ഇനിയൊരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല. എനിക്ക് വേണ്ടി ഇവിടെ ആരും വന്ന് പെണ്ണന്വേഷിക്കില്ല എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് വന്നത്, നന്ദുവിനെ എനിക്ക് വേണമെന്ന് പറയാൻ. എന്നിട്ട് അനി പറയണ്ട കേട്ടോ, ഇക്കാര്യത്തിൽ നാണിച്ച് മാറുന്നിട്ടേ കാര്യമൊന്നുമില്ല, പറയേണ്ട കാര്യങ്ങളെ നേരിട്ട് തന്നെ പറയണം. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കണ്ട കേട്ടോ, നന്ദു അറിഞ്ഞിട്ടാണോ മോൻ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, CI എൻ്റെ കാരണത്തടിച്ച ശേഷം നന്ദു എന്നെ പലതവണ വിളിച്ചു, പക്ഷെ ഞാനെടുത്തില്ല. കാരണത്ത് അടി വീണതോടെ എൻ്റെ വാശി ഇരട്ടിക്കുക ചെയ്തേ. ഞാൻ സ്നേഹിച്ച പെണ്ണാ നന്ദു, അവൾക്ക് എന്നെ ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾക്കിടയിലേക്ക് അയാൾ വരേണ്ട കാര്യമില്ല. അപ്പോൾ ഗോവിന്ദൻ പറയണ്ടിട്ടോ, മോനെ ഇത്രയ്ക്ക് തൻ്റെ ഇടത്തോട് കൂടിയിട്ട് മോൻ ഇതുവരെ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. മോൻ ഇതുമായിട്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്നേക്കാൾ മുന്നേ മോൻ സംസാരിക്കേണ്ടത് മോൻ്റെ അമ്മയോടായിരുന്നു. അപ്പോൾ കനകയും പറയണ്ടിട്ടോ, അതെ അനിയുടെ അമ്മ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ സമ്മതിക്കുമോ? അനിയുടെ അമ്മ പറഞ്ഞതൊക്കെ ഞങ്ങൾക്കറിയാം. അനി നന്ദും തമ്മിലുള്ള കല്യാണം നടത്താൻ ശ്രമിച്ചാൽ അനിയുടെ അമ്മ തൂങ്ങി മരിക്കുന്നു ഞങ്ങളോട് പറഞ്ഞതാ. അപ്പോൾ ഗോവിന്ദൻ പറയണ്ടിട്ടോ, 2 കുട്ടികൾ ആ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഒരുപാട് വേദനിച്ച അച്ഛനമ്മമാരാണ് ഞങ്ങൾ. പലപ്പോഴും പല കാര്യങ്ങളും നിസ്സഹാരായിട്ട് നോക്കി നിന്നിട്ടുണ്ട്. ഇനി അതൊന്നും ആവർത്തിക്കാൻ പാടില്ല മോനെ. അന്നത്തെ സംഭവങ്ങളിൽ പലപ്പോഴും ഹൃദയം നിലച്ചു പോകുന്ന ഞാൻ കരുതിയത്. പക്ഷെ ആയുസ് കുറച്ചും കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എല്ലാവരുടെയും സമ്മതത്തോടെ നടത്തേണ്ട ഒരു ചടങ്ങാണ് വിവാഹം, അല്ലാതെ പരസ്പരം ദേഷ്യത്തോടും വൈരാഗ്യത്തോടും ചെയ്യേണ്ടതല്ല അത്. അനിയൊന്നും മിണ്ടണ്ട കേട്ടോ. അപ്പോൾ കനക പറയണ്ടത്, അനിമോനെ നമ്മുടെ നന്ദുവിന് പറ്റിയൊരു ബന്ധം ഇപ്പോൾ വന്നിരിക്കണേ, അതിന് അനിമോനായിട്ട് തടസ്സം നിൽക്കരുതെന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ അനി പറയേണ്ടിയില്ല, ഞാൻ തടസ്സം നിൽക്കണില്ല, പക്ഷേ നന്ദു അതിന് സമ്മതിച്ചോ? അച്ഛൻ പറയേണ്ട ഉറപ്പായിട്ട് സമ്മതിക്കും. ചിലപ്പോൾ മോനോട് പറഞ്ഞു കാണും സമ്മതിക്കില്ല എന്നൊക്കെ, പക്ഷേ അത് മോനെ വിഷമിക്കേണ്ട വെച്ചിട്ട് പറയണതാ. ഇതിനു മുമ്പ് നന്ദു മോനോട് പിണങ്ങി നടന്നപ്പോഴൊക്കെ മോൻ മദ്യത്തിന് സഹായം വരെ തേടിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കാതിരുന്നത്. പക്ഷേ ഇപ്പം മോൻ്റെ മനസ്സിലുള്ളത് മറിയില്ലാതെ തുറന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളതൊക്കെ ഞങ്ങളും പറയണം. 2 പെൺകുട്ടികളയച്ച ആ വീട്ടിലേക്ക് ഇനി നന്ദുവിനെ വിടാൻ ഞങ്ങൾക്ക് ഭയമാണ് മോനെ. ഞാൻ വേണമെങ്കിൽ മോൻ്റെ കാല് പിടിക്കാം, മോനിന് ഈ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്, നന്ദുവിൻ്റെ പിന്നാലെയും പോകരുതെന്ന് പറഞ്ഞിട്ടോ. അപ്പം നമ്മുടെ അനിക്കുട്ടന് ആകെ വിഷമായി. അപ്പോൾ കനക പറയേണ്ടത്, അനിമോനെ ഒരിക്കലും ഒന്നിക്കാൻ പാടില്ലാത്തവരാണ് നിങ്ങളെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പം അച്ഛൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ അമ്മേനെ എതിർത്തുകൊണ്ട് മോന് ഇതിന് നടക്കാൻ പാടില്ല. അമ്മമാരുടെ ശാപം പിടിച്ചു പറ്റി ചെയ്യേണ്ട കാര്യമല്ല കല്യാണം, അത് മോനെ ആദ്യം മനസ്സിലാക്കണം. അപ്പം അനി പറയണ്ട കേട്ടോ, ശരി എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, അച്ഛനമ്മയ്ക്കും പറയാനുള്ളത് നിങ്ങളും. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വരില്ല, നന്ദുവിനെ ശല്യം ചെയ്യാനും ശ്രമിക്കില്ല. അതും പറഞ്ഞിട്ട് വിഷമിച്ച് പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അനി. അപ്പോൾ കനക പറയേണ്ട, ഗോവിന്ദേട്ടാ ഇതേ വിഷമിച്ച അനി പോയിരിക്കുന്നത്, എനിക്കൊക്കെ പേടിയാവുക ഗോവിന്ദേട്ടാ. പക്ഷേ നമുക്ക് പറയേണ്ടത് പറയണ്ടേ കനകയെന്ന് ചോദിക്കണ്ട കേട്ടോ ഗോവിന്ദേട്ടൻ. അങ്ങനെ വിഷമിച്ച് നിൽക്കേണ്ട അച്ഛനും അമ്മയും കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ പത്രമാറ്റം അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ ബൈ.